ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സുന്ദരിക്കുട്ടിയായ ഒരു ലേറ്റസ്റ്റ് വെറൈറ്റിയായ അമോർജിയ എന്ന സുന്ദരിക്കുട്ടിയാണ്. ഇതാ പെറ്റൽസൊക്കെ കണ്ടു, വളരെ വലിയ പെറ്റൽസുകളാണ് ഇവയ്ക്കുള്ളത്. നല്ല സ്മെല്ലോട് കൂടിയ ഒരു വെറൈറ്റി കൂടിയാണ് അമോർജിയ. ഇവളെക്കാളും ഇവളുടെ ലീഫിനൊരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ വലിയ ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. ഇതാ നോക്കിക്കേ, വളരെ വലിപ്പത്തിലുള്ള ലീഫുകളാണുള്ളത്. ആ ലീഫുകൾ പോലും ഇവളുടെ സൗന്ദര്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഫ്ലവറാണ്. ആദ്യത്തെ ഫ്ലവർ കൊഴിഞ്ഞു പോയിരിക്കുന്നത്. ആ മഴയൊക്കെ വരുന്നുണ്ട്. ഞാൻ വേഗം വീഡിയോ എടുത്തിടാമെന്ന് കരുതി. നാളെ ആകുമ്പോഴേക്കും ഇവളുടെ ഇതളുകളൊക്കെ ചിലപ്പോൾ കൊഴിഞ്ഞ് സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോയെന്നിരിക്കും. അതുകൊണ്ട് വേഗം ഞാൻ വീഡിയോ അങ്ങ് എടുക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് അടുത്തായി ഞാൻ ഇവളെ ഒന്ന് വിരിയിപ്പിക്കാൻ പോവുകയാണ്. ഇതാ നോക്കിക്കേ, ആ വിടർത്തിയപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ പെറ്റൽസൊക്കെ നോക്കിക്കേ, വളരെ വലിയ പെറ്റൽസാണുള്ളത്. അധികം തിക്കായിട്ടുള്ള പെറ്റൽസ് ഒന്നും ഇല്ലെങ്കിലും തന്നെ വളരെ മനോഹരിയാണ് ഇവള്. നല്ല നീളത്തിലുള്ള ബഡ്ഡുകളാണ് അവൾക്കുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ആഹാരം പോലും വേണമെന്നില്ല. മനസ്സിൻ്റെ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. കൂട്ടുകാരെ, ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒരു താമരയെങ്കിലും നിങ്ങൾ വാങ്ങി വെക്കണമെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുന്നത്. ഇതാ കണ്ടില്ലേ, എൻ്റെ അമോർജി ഇങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് വിടർന്ന് നിൽക്കുന്ന കാഴ്ചയൊന്ന് കണ്ടു നോക്കിക്കേ. ഹായ്, എന്ത് സൗന്ദര്യമാണ് അവൾക്കുള്ളത്. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ദാ മഴ എത്തി. ഞാൻ വേഗത്തിൽ അങ്ങ് വീഡിയോ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല സുന്ദരിയായ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. എപ്പോഴും ധാരാളം പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഈ താമര കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ആഗ്രഹം തോന്നും, എനിക്കൊരു താമര വാങ്ങി വയ്ക്കാമെന്ന്. പക്ഷേ എല്ലാവരും ചിന്തിക്കുകയോ ഇതിന് വേണ്ട മണ്ണ് എവിടുന്ന് കിട്ടും, കണ്ടത്തിൽ പോകണ്ടേ, ആറ്റിൽ പോകണ്ടേ, ഒന്നും വേണ്ട. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന മണ്ണ് മാത്രം മതി ഈ താമര ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന എല്ലാ താമരയും എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ വാങ്ങി ഇട്ട മണ്ണ് തന്നെയാണ്. കുറച്ച് എല്ലുപൊടിയും കുറച്ച് ചാണകപ്പൊടിയും നമ്മുടെ പറമ്പിലെ മണ്ണും ഒരു ടബും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് താമര വളർത്തിയെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.